എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ചെറിയ മത്തി എങ്ങനെ അച്ചാറിടാന്നാണ്. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ മത്തി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വെട്ടിത്തേച്ച് കഴുകി വൃത്തിയാക്കി അച്ചാറിടുന്നതിന് പാകമായിട്ട് രണ്ടായിട്ട് കഷ്ണിക്കാം. സാധാരണ വലിയ മീനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 3ആയിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. ഇത് കുഞ്ഞു മീൻ, അപ്പൊ ഞാൻ 2ആയിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. സാധാരണ എല്ലാവരും വിനീഗർ ഒഴിച്ചാണ് മത്തി അച്ചാറിടുന്നത്. ഞാൻ കുടംപുളി ഒഴിച്ചിട്ടാണ് അച്ചാറിടുന്നത്. അപ്പം കുടംപുളി ഒഴിച്ച അച്ചാറിന് ഭയങ്കര ടേസ്റ്റ് ആണ്. മത്തി അച്ചാർ എന്ന് പറഞ്ഞാല് ഭയങ്കര ടേസ്റ്റ് ആണ്. എല്ലാ അച്ചാറിനെക്കാട്ടിലും മുകളിൽ നിൽക്കുന്നത് മത്തി അച്ചാർ തന്നെയാണ്. അപ്പൊ ഇപ്പൊ മത്തി കിട്ടുന്ന സീസൺ ആണ്. അപ്പൊ നമുക്ക് കുറച്ച് മത്തി അച്ചാറൊക്കെ ഇട്ട് വെക്കുന്നത് നല്ലതാണ്. അപ്പൊ നമ്മൾ വെട്ടിത്തേച്ച് കഴുകി വെച്ചിരിക്കുന്ന മീനിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കിത് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നത് നമ്മൾ വറുത്തിട്ടാണ് അച്ചാറിടുന്നത്. മീൻ വറുത്താൽ മാത്രമേ ഉടഞ്ഞു പോകാതിരിക്കത്തുള്ളൂ. അപ്പം നല്ല രീതിക്ക് വറുത്തെടുത്ത് നമുക്ക് ഇത് അച്ചാറിടണം. അപ്പൊ ഇത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീന് ഒരു 10-15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ ഉപ്പും മുളകൊക്കെ പിടിക്കും. അപ്പൊ ഇത് മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുടംപുളി തിളപ്പിക്കാനിടണം. തിളപ്പിച്ചിട്ട് അതിന്റെ വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ തിളപ്പിക്കാൻ ഇട്ടിട്ടുണ്ട് കുടംപുളി. തിളച്ച് വരട്ടെ. അപ്പൊ നമ്മൾ ഇനി നല്ലപോലെ ഇത് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ഇനി മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാൻ വെളിച്ചെണ്ണയിലാണ് മീൻ വറുക്കുന്നത്. നല്ലെണ്ണയിലും വറുക്കാം. അച്ചാറിടുന്നത് നല്ലെണ്ണയിലാണ്. അപ്പം മീൻ വറുത്തത് വെളിച്ചെണ്ണയിലാണെന്നുള്ളൂ. അപ്പൊ മീൻ നന്നായിട്ട് മൂത്ത് വരട്ടെ. ഒത്തിരി കരിഞ്ഞും പോകരുത്, മൂപ്പും കുറഞ്ഞു പോകരുത്. നല്ലൊരു മീഡിയം സൈസിലിരിക്കണം, മീൻ ഉടഞ്ഞു പോകാതെ. അപ്പോൾ അച്ചാറ് നല്ല ടേസ്റ്റ് ആയിരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ മീനെല്ലാം കൂടെ കുഴഞ്ഞു പോകും. അപ്പൊ നല്ല പാകം നോക്കി നമുക്ക് മത്തി വറുത്തിട്ട് വരാം. മത്തി വറുത്തപ്പോ തന്നെ മണം കേട്ട് ഒരാൾ അടുക്കളയിലോട്ട് വന്നു. അച്ഛനും മോളും കൂടെ 2 പേരും കൂടെ മത്തി എടുത്ത് തിന്നാൻ തുടങ്ങി. ഞാൻ 2 പേരെയും ഓടിച്ചു, ഇത് അച്ചാറിലുള്ള മത്തിയാന്ന് പറഞ്ഞിട്ട്. അപ്പൊ നല്ല രീതിക്ക് നമുക്ക് മീനെല്ലാം കൂടെ വറുത്തെടുത്തിട്ട് വരാം. മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടൊക്കെ നമുക്ക് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. എല്ലാം 2 സൈഡും ഒരേപോലെ മൂത്ത് വരും. അപ്പൊ ഒരേപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. നമ്മൾ എന്നിട്ട് എണ്ണ അനുസരിച്ച് ബാക്കിയുള്ള മീനും കൂടെ നമുക്ക് വറുത്തെടുത്തിട്ട് വരാം. പാത്രത്തിലോട്ട് മാറ്റി. മീൻ കാണുമ്പോഴേ എനിക്കങ്ങ് തിന്നാൻ തോന്നും. പക്ഷെ അച്ചാറിടേണ്ടതായതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്നു. അപ്പൊ ഇതാ മൊത്തം മീൻ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ കുടംപുളി തിളപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു ബൗളിലോട്ട് മാറ്റുക. പിന്നെ 2 ടീസ്പൂൺ പിരിയമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, വലിയൊരു കഷ്ണം ഇഞ്ചി, 2 വലിയ വെളുത്തുള്ളി, പിന്നെ ഇച്ചിരി കറിവേപ്പില. ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. അതിനായിട്ട് ഒരു ചട്ടി വെച്ച് നമുക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചെടുക്കാം. നല്ലെണ്ണ ചൂടായി വരട്ടെ. അപ്പം ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. അപ്പൊ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുകിടാം. ഇനി കടുക് പൊട്ടി വരട്ടെ. എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ പെട്ടെന്ന് കടുക് പൊട്ടും. അപ്പൊ കടുക് പൊട്ടി വന്നു. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടി ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചി കൂടിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. അച്ചാറല്ലേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഇത് മൂപ്പിച്ചെടുക്കാം. നല്ല ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുടംപുളി വെള്ളം ഒഴിച്ച് അത് കഴിഞ്ഞിട്ട് മീനും കൂടെ ഇട്ട് നമുക്ക് ഇളക്കാം. അപ്പം പുളി എല്ലാം കൂടെ മീനിലോട്ട് പിടിച്ച് നല്ലൊരു ഗ്രേവി ആയിട്ട് വരും. അപ്പൊ ഉപ്പൊക്കെ നോക്കി നമുക്ക് ഒരു 2 മിനിറ്റ് തിളയ്ക്കാൻ വെക്കാം. അങ്ങനെ അടിപൊളി ചെറുമത്തി നാടൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് 10 മിനിറ്റിൽ എങ്ങനെ തയ്യാറാക്കാന്ന് വെച്ചാൽ നമ്മൾ മീൻ വറുത്ത് വെച്ചിരിക്കണം. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു വെച്ച് മുളകൊക്കെ എടുത്ത് വെച്ച് കുടംപുളിയൊക്കെ എടുത്ത് വെക്കുവാണെങ്കിൽ അച്ചാറിടാൻ വെറും 10 മിനിറ്റ് മതി. നല്ല അടിപൊളി നാടൻ ചെറുമത്തി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.